സംഗീത സ്ട്രീമേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഞാനിത് പൊളിക്കാൻ നിൽക്കുന്നത്. നമ്മുടെ ബബ്ലൂസ് നാരങ്ങയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലത്തെ കുട്ടി എനിക്ക് ഒരെണ്ണം തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിട്ടിയപ്പോൾ ഞാൻ അമ്പാടി ഇതിൽ നിന്നൊരു കഷ്ണം കഴിച്ചു. പിന്നെ ദേവാനന്ദ് വൈകുന്നേരം വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ വൈകുന്നേരം ആയിപ്പോൾ അവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം കഴിക്കണ്ട. ചിലർ പറഞ്ഞിട്ടുണ്ട് തണ്ണിമത്തൻ അതുപോലെ തന്നെ ബബ്ലൂസ് നാരങ്ങയൊക്കെ വൈകുന്നേരം കഴിച്ച് ഇങ്ങനെ ഓറഞ്ചിൻ്റെ ഇതൊക്കെ വൈകുന്നേരം കഴിച്ച് കഴിഞ്ഞാൽ ജലദോഷം വരുമെന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഇനി സത്യമാണോ എന്ന് എനിക്കറിയില്ല. അത് കേട്ടിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ വൈകുന്നേരം കഴിക്കണേ, നാളെ അത് പൊളിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അവനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇന്ന് അവന് പൊളിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ഉച്ച സമയത്താണ് പൊളിച്ചു കൊടുക്കണത്. അപ്പോൾ ഞാൻ പരമാവധി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ നാരങ്ങ തൊലിച്ചെടുക്കണ പോലെ തന്നെ തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് ഇടാണ് ചെയ്യണത്. ഇത് ഒരു പിങ്കിഷ് കളറുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വെള്ള കളറുള്ളതുണ്ട്, പിന്നെ നല്ല പിങ്ക് കളറുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് പിങ്കിഷാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കയ്പുണ്ടായിരുന്നു ഇതിന്. ഇനിയിപ്പോൾ കത്തി തൊട്ട കാരണമാണോ എന്ന് എനിക്കറിയില്ല കയ്പ് രസം. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി ഒരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുളിയും മധുരവും എരിവും ഉപ്പൊക്കെ ആകുമ്പോൾ രസമാവുമല്ലോ കഴിക്കാൻ. അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ മൂടി വെച്ചത് മൂടിയിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുക്കണം, ഷെയ്ക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഉപ്പും മുളകൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ തിന്നാനൊരു രസമല്ലേ. ദേവാനന്ദിന് ഈ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് മാങ്ങ ആയാലും പൈനാപ്പിളൊക്കെ ആയാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അവന് ഇഷ്ടപ്പെടുന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇന്നലെ വെറുതെ പ്ലെയിനായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്കും കഴിക്കാമല്ലോ എന്നുള്ളതിൽ ഞങ്ങളത് ശരിയാക്കി അവന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കഷ്ണം ആദ്യം തിന്ന് നോക്കാണ്. പല്ലാഞ്ചാൽ പുളിച്ചിട്ട് വയ്യ. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഭാഗത്തേക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് കടിച്ചു നോക്കിയപ്പോൾ രസമുണ്ട്. പുളി രസമുണ്ട്, കയ്പ്പ് രസമുണ്ട്, ഉപ്പ് രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു കഷ്ണം കൂടി കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല, കഴിച്ചിരിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കാമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. അമ്പാടിക്ക് ഇഷ്ടമാവുമെന്നൊന്നും എനിക്കറിയില്ല. ദേവാനന്ദ അപ്പോഴേക്കും വന്നു തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പറയുന്നത് കസാരയിൽ സ്കെച്ച് പെൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കഴിക്കി എന്ന് പറഞ്ഞ് അവൻ നോക്കി പോവാണ് കേട്ടോ. പിന്നെ ഞാനൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ തിന്നത്. അമ്പാടി തന്നെ തിന്നാണ്. അമ്പാടി അങ്ങനെ ഒരു കഷ്ണമായിട്ട് തിന്നണില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ചില അല്ലികളില്ലേ അതിങ്ങനെ എടുത്തിട്ടാണ് തിന്നണത്. അത് കാരണം വല്ലാണ്ട് ആൾക്കൊരു പുളിരസം തോന്നണില്ല. പിന്നെ നാരങ്ങയൊക്കെ അവൻ കഴിക്കുമ്പോഴും അവന് വല്ലാണ്ടൊരു പുളി ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് വെച്ചാൽ പല്ലിൻ്റെ വയസ്സാവണേൻ്റെ ഞാൻ തോന്നുന്നുണ്ട്. പല്ലൊക്കെ ഇങ്ങനെ കൊച്ചി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.